പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള മൈക്കിലുള്ള ദുആ അതൊക്കെ ഹറാമ് പോലുമായി മാറും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പറയാൻ സമയമുണ്ടാവും. വളരെ പെട്ടെന്നൊന്ന് പറയാം അല്ലേ. പള്ളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുന്ന സമയത്ത് മൈക്കിലൂടെയാ ദ്വാരക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് മൈക്കിലെയാണ്, ദിക്ർ ചെല്ലുന്നത് മൈക്കിലൂടെയാണ്. ഇവിടെ നാട്ടിൽ അവസ്ഥനൊക്കെ അറിഞ്ഞൂടാ. ആ സമയത്ത് മസ്ബൂക്ക് ഉണ്ടാകും നമ്മുടെ പിന്നില്. ആ മസ്ബൂക്കിനെങ്ങാനും ഞങ്ങളുടെ ദുആ പ്രയാസമായാൽ, അവനിക്ക് ഇഷ്കാലുണ്ടായാൽ ആ ദുആ പോലും ഹറാമാണ്. നിസ്സാരമായിക്കൊണ്ട് തള്ളണ്ട. പറഞ്ഞത് മനസ്സിലായ? മസ്ബൂക്ക് അതായത് നിസ്കരിക്കുന്ന ഒരാള് പിന്നിലുണ്ട്. ആ സമയത്താണ് നമ്മൾ മൈക്കല്ലെങ്കിലും ശബ്ദത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുമ്പോ മസ്ബൂക്കിന് പ്രയാസമായാൽ അത് ഹറാമാണ്, ഒരു സംശയവും തന്നെ ഇല്ല. എത്ര പള്ളികളിലാണ് മുഅ്മിനീങ്ങളെ മൈക്കിലൂടെയാണ് ദിക്റും ചൊല്ലുക, മൈക്കിലൂടെയാണ് ദുആ ഇറക്കുക. എത്ര വലിയ പ്രയാസമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും മഗ്രിബിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ദുആ ഒക്കെ മൈക്കിലൂടെയാണ്, മസ്ബൂക്ക് ഉണ്ടാകും പിന്നിൽ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ, രണ്ടുപേരിങ്ങനെ ജമാഅത്തായി കൊണ്ട് അടുത്തടുത്തായി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരുത്തന്റെ ഫാത്തിഹ കൊണ്ട് പോലും ഇവനിക്ക് ഇടങ്ങേറാകാൻ വേണ്ടി പാടില്ല. ഇവന്റെ നിയ്യത്ത് കൊണ്ട് ഇവനിക്ക് ഇഷ്കാൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഇഷ്കാൽ സംഭവിച്ചു പോയാൽ, ഒരുത്തൻ കാരണമായിട്ട് മറ്റൊരുത്തന്റെ നിസ്കാരത്തിൽ പ്രയാസമായാൽ അതും ഹറാമാണ്.